അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ വീടുകളിൽ ഇപ്പോൾ സ്ഥിരമായി കാണുന്നൊരു കാഴ്ചയാണ്, പല അതിഥികളും വന്നു കഴിഞ്ഞാൽ ആ അതിഥികളുമായിട്ട് വീട്ടുകാർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചെറിയ കുട്ടികളെ നമുക്ക് പെട്ടെന്ന് കാണാതെയാവും. അതുവരെ നമ്മുടെ കൂടെ അവരുണ്ടാവും, പിന്നെ അവരെ പെട്ടെന്ന് കാണാതെയാവും. അപ്പോൾ അതിഥികൾ ചോദിക്കും, നിങ്ങളെ മക്കളൊക്കെ എവിടെയെന്ന് ചോദിച്ചാൽ അപ്പോഴാണ് വീട്ടുകാരൻ്റെ മക്കൾ എവിടെയാണെന്ന് ഇങ്ങനെ തിരയുക. അപ്പോൾ അവർ പറയും, അത് അവർ ഫോണെടുത്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും എന്ന് പറയും. അത് കുട്ടികൾ എന്താ വെച്ചാൽ, രക്ഷിതാക്കൾ അതിഥികളുമായിട്ട് എൻഗേജ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും രക്ഷിതാക്കൾ ഫോൺ അവിടെ ഫ്രീ ആയി കിടക്കും. അപ്പോൾ ഇവരുമെല്ലാം അത് എടുത്തിട്ട് എന്ത് ചെയ്യും, ഏതെങ്കിലും ഇരുട്ട് റൂമിൽ പോയിരിക്കും, അല്ലെങ്കിൽ കട്ടിലിൻ്റെ ചോട്ടിൽ പോയിരിക്കും, അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് ഒരു തോട്ടത്തിൽ പോയിരിക്കും. എന്നിട്ട് അവർ ഇതിൽ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അപ്പോൾ അതൊരു 10 മിനിറ്റ് അല്ലേ, ഒരു 5 മിനിറ്റ് അല്ലേ, അല്ലെങ്കിൽ അരമണിക്കൂറല്ലേ കുട്ടികൾ അത്രയല്ലേ ഫോൺ ഉപയോഗിക്കുന്നുള്ളൂ എന്ന്. പക്ഷേ ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഇവർ കണ്ടു തീർക്കുന്ന ആശയങ്ങളുടെ ലോകം എത്രയാണെന്നറിയോ? ഏറ്റവും മിനിമം 30 സെക്കൻഡിൻ്റെ വരെ റീൽസുകൾ നമുക്ക് കാണാം, കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. 30 ചിലത് 20 സെക്കൻഡ് ഉണ്ട്, 10 സെക്കൻഡിലൊക്കെ ഉള്ള സംഗതികളുണ്ട്. അതായത് ഈ 30 സെക്കൻഡ് കൊണ്ട് ഒരു ആശയം കുട്ടിയുടെ തലച്ചോറിലേക്ക് അടിച്ച് കയറ്റുകയാണ്. നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ വിദ്യാലയത്തിൽ എടുക്കുന്ന, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു 2-3-4 മണിക്കൂർ നമ്മൾ കുട്ടികളോട് പറയുന്ന കാര്യങ്ങളാണ് 10 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യുന്നത്, കുട്ടീൻ്റെ തലച്ചോറിലേക്ക് അടിച്ച് കയറ്റുന്നത്. ആ 30 സെക്കൻഡിൽ ഒരു കുട്ടി ഒരു റീല് കാണുന്നു എന്ന് പറയുമ്പോൾ ഒരു 10 മിനിറ്റ് സമയമാണ് ഒരു കുട്ടിയുടെ കയ്യിൽ ഫോൺ കിട്ടിയത് എങ്കിൽ എത്ര എണ്ണം കണ്ടിട്ടുണ്ടാവും? കുട്ടി നോക്കി, 20 റീല് കണ്ടിട്ടുണ്ടാവും. അത് 20 മിനിറ്റാണ് കിട്ടിയതെങ്കിലോ 40 റീല് കണ്ടിട്ടുണ്ടാവും. 30 മിനിറ്റാണ് കിട്ടിയതെങ്കിലോ 60 റീല് കണ്ടിട്ടുണ്ടാവും. ഒരു മണിക്കൂർ കുട്ടിക്ക് ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ 120-ലധികം റീൽസുകളാണ് കുട്ടികൾ കണ്ടിട്ടുണ്ടാവും. 120 റീൽസ് എന്ന് പറഞ്ഞാൽ എത്രയോ ആശയങ്ങൾ ലോകത്തേക്കാണ്. ഈ ആശയങ്ങളൊന്നും പോസിറ്റീവായ ആശയങ്ങളല്ല, ഒന്ന് കുട്ടികളുടെ ബ്രെയിനിനെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്, അതോടൊപ്പം അവർ സംസ്കാരത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ പല കുട്ടികളും ഈ വളരെ അറുബോറൻ രീതിയിലുള്ള തമാശകളാണ് കുട്ടികൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾ അറിയാതെ അവരുടെ ആ തമാശയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു വ്യക്തിത്വത്തിലേക്ക് ഇവർ അറിഞ്ഞോ അറിയാതെയോ എത്തിപ്പെടുകയാണ്. അതേപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ഈ മ്യൂസിക് ബാൻഡുകൾ, പ്രത്യേകിച്ച് കൊറിയ പോലെയുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന മ്യൂസിക് ബാൻഡുകൾ, അതിന് കുട്ടികളിൽ അടിമയായി, അതിൻ്റെ ലഹരിയായി, പിന്നെ അവർ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ആ ഒരു ഡാൻസ് രൂപത്തിലാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അധ്യാപകരെക്കുറിച്ച്, രക്ഷിതാക്കളെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച്, അതുപോലെ തന്നെ സമൂഹത്തിലെ ഏറ്റവും ആദരണീയരായി നമ്മൾ അറിയപ്പെടുന്ന ആളുകളെക്കുറിച്ച്, അമ്മാവന്മാരെക്കുറിച്ച്, പിന്നെ അവരെക്കുറിച്ചൊക്കെ ഒരു മോശമായി, അവരൊക്കെ ഒരു ഫേക്കാണ്, അവരൊക്കെ ഒരു ഉള്ളിലൊന്നും പുറത്തൊന്നും വെച്ച് നടക്കുന്ന ആളുകളാണ് എന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ കുട്ടികളുടെ മുമ്പിൽ തമാശക്കാർ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്, അനുഭവിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികളോട് നമ്മൾ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞാലും കുട്ടികളുടെ അബോധ മനസ്സിൽ ഈ പാപ്പയെക്കുറിച്ചും ഉമ്മയെക്കുറിച്ചും ഉസ്താദിനെക്കുറിച്ചും അധ്യാപകരെക്കുറിച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കളിതമാശയുടെ ഇമേജാണ് അവരുടെ മനസ്സിലുണ്ടാകുക. അപ്പോൾ ഒന്നും അവർക്കൊരു സീരിയസ് ആയിട്ട് കാണില്ല. പിന്നെ മാത്രമല്ല, ഈ ഗെയിമിനടിമയാകുന്ന കുട്ടികളുടെ കാര്യം പറയും വേണ്ട, അവർ സമൂഹത്തിന് പെട്ടെന്ന് ഉൾവലിയും. അതുകൊണ്ടാണ് വിസ്ഡം സ്റ്റുഡൻസ് ഈ ഘട്ടത്തിൽ ഈ വിഷയത്തെ മനസ്സിലാക്കിക്കൊണ്ട് കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ, വളരെ ക്യാച്ച് ചെയ്യുന്ന ഒരു പ്രസ്താവനയാണിത്, ഒരു ക്യാമ്പയിൻ പ്രമേയമാണത്. കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ. അതുകൊണ്ട് അത് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും ഉള്ളൊരു മെസ്സേജാണ്. ഇതെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ, കുട്ടികളെ കിട്ടുന്നില്ല, ആകെ പ്രശ്നമാണ്, ആ ഒരു ഉള്ളു ഫോണിലാണ്. ഇത് പറഞ്ഞതോടുകൂടി നമ്മൾ ഉത്തരവാദിത്തം അവസാനിക്കല്ല. ഇപ്പോൾ സ്റ്റാഫ് റൂമിലുള്ള ചർച്ച എന്താ, കുട്ടികൾ സോഷ്യൽ മീഡിയ കണ്ടിട്ട് എന്തൊക്കെയോ ആയിപ്പോയിട്ടുണ്ട്, എല്ലാവരും ചർച്ച ചെയ്യുന്നു, കൈമലർത്തുന്നു. വീട്ടിൽ ചെന്നാൽ എന്താ പറയുക, മാഷേ അവൻ എപ്പോഴും ഫോണാണ്, ഞാൻ എന്താ ചെയ്യുക? ചെറിയ കുട്ടിയെ പറ്റി എന്താ പറയുക, ഇവന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഫോണ്. അപ്പോൾ എല്ലാവരും ഈ ഫോണിനെയും സോഷ്യൽ മീഡിയയും കുറ്റം പറയും. എന്നാൽ അതിന് പരിഹാരം എന്താണ് എന്നതിനെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കൂല. മാധ്യമങ്ങളാകട്ടെ ഒരു ഭാഗത്ത് ഇതൊക്കെ കത്തിക്കുകയും ചെയ്യും, ഒരു ഭാഗത്ത് പരിഹാരത്തെപ്പറ്റി പറയും. അങ്ങനെ അവരുടെ പ്രസിദ്ധീകരണം വിറ്റ് തീർക്കും, അവരുടെ എയർ ടൈം അവർ കൂട്ടും എന്നതല്ലാതെ പരിഹാരം പലപ്പോഴും ഉണ്ടാകുന്നില്ല. ഇവിടെയാണ് വിസ്ഡം സ്റ്റുഡൻസ് കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ എന്നൊരു ക്യാമ്പയിൻ തന്നെ പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന മാർച്ച് 29 ഞായറാഴ്ച 7 മണിക്ക് കോഴിക്കോട് വെച്ചുകൊണ്ട് നടക്കുകയാണ്. അത് അന്ന് മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ഓൺലൈനിലൂടെയും അതോടൊപ്പം തന്നെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഈ ഒരു വെക്കേഷൻ കാലയളവ് കുട്ടികളിൽ
ആ നിലക്കുള്ള ഒരുപാട് ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ടും ഈ സോഷ്യൽ മീഡിയയുടെ അപകടങ്ങൾ കുട്ടികളിൽ കൃത്യമായി മനഃശാസ്ത്രപരമായി അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് സ്വമേധയാ അവരെ അതിൽ നിന്ന് പിന്നോട്ട് നടത്തുവാനുള്ള ഒരു കൃത്യമായ ഒരു പദ്ധതിയാണ് ഈ വിസ്ഡം സ്റ്റുഡൻസ് കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ എന്ന ഒരു ക്യാമ്പയിനിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ഇത് കേൾക്കുന്ന മുഴുവൻ രക്ഷിതാക്കളും ഈ ഒരു വിഷയത്തിൽ വിസ്ഡം സ്റ്റുഡൻസ് പുറത്തിറക്കുന്ന ഓൺലൈനിലൂടെ പുറത്തിറക്കുന്ന അതോടൊപ്പം തന്നെ മൊത്തത്തിൽ ഫീൽഡിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ആ പ്രോഗ്രാമുകളിൽ നിങ്ങളുടെ കുട്ടികൾ ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതോടൊപ്പം രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും ഇതോടൊപ്പം വരും, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഈ ഒരു 2-3 മാസം കഴിയുമ്പോഴേക്കും വിസ്ഡം സ്റ്റുഡൻസ് കേരളത്തിൽ കൃത്യമായൊരു അടയാളപ്പെടുത്തൽ നടത്തിയിരിക്കും ഇൻഷാ അല്ലാഹ്. അതുതന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ നിയന്ത്രിക്കണമെങ്കിൽ ഒന്ന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്, അതോടൊപ്പം അധ്യാപകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്, കുട്ടികൾ തിരിച്ചറിയേണ്ട കാര്യങ്ങളുണ്ട്, ഭരണകർത്താക്കൾ തിരിച്ചറിയേണ്ട കാര്യങ്ങളുണ്ട്, നിയമനിർമ്മാണങ്ങൾ ഈ വിഷയത്തിൽ നടക്കേണ്ടതുണ്ട്, മീഡിയകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഈ ഭാഗങ്ങളിലേക്കെല്ലാം വെളിച്ചം വീശിക്കൊണ്ടുള്ള വളരെ സമഗ്രമായ വൈജ്ഞാനികമായ കേരളം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമാണ് വിസ്ഡം സ്റ്റുഡൻസ് അവതരിപ്പിക്കുന്നത്. അത് ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ നിങ്ങളെല്ലാവരും തയ്യാറാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.